ഹായ്, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ടാൻജൻസിന്റെ ഒന്നാമത്തെ പാഠം നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അതിന്റെ ബാക്കിയായിട്ട് പാർട്ട് 2. എല്ലാവർക്കും പാർട്ട് 2 വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ അതേ കോൺസെപ്റ്റ് ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം തന്നെയാണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ പറഞ്ഞ കോൺസെപ്റ്റ് ഏതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം? അപ്പോൾ കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ്. ഒരു സർക്കിൾ ഇവിടെയുണ്ട്. ആ സർക്കിളിൽ ഞാനൊരു ഞാൻ വരയ്ക്കുകയാണ്. ഞാൻ വരയ്ക്കുക എന്നല്ല, ഞാൻ വരയ്ക്കുകയാണ്, കോഡ് വരയ്ക്കുകയാണ്. ഈ കോഡിൻ്റെ പേരാണ് AB. ഇനി ABയുടെ രണ്ടറ്റത്തും കൂടിയിട്ട് ഞാൻ ടാൻജൻറ്റ് വരയ്ക്കുകയാണ്, തൊടുവര. ഓക്കെ, ഇച്ചിരി വളഞ്ഞൊക്കെ ഇരിക്കുന്നത്, അങ്ങനെയല്ല, കറക്റ്റായിട്ടേ വരുള്ളൂ. ഓക്കെ, ദെൻ ഞാൻ രണ്ട് ടാൻജൻസ് വരച്ചു. കൂട്ടി മുട്ടാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ, നെവർ മൈൻഡ്. ദെൻ അത് കോഡിൻ്റെ രണ്ടറ്റത്തും ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അതേ കോഡ് വൃത്തത്തിൻ്റെ മറുഭാഗത്ത് അതർ സൈഡിൽ ആംഗിൾ ഉണ്ടാക്കിയാലും ഈക്വൽ തന്നെയായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഇതൊരു 40 ഡിഗ്രി ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ താഴത്തെ ആംഗിളും എത്ര തന്നെയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും, തുല്യമായിരിക്കും. വൃത്തത്തിൻ്റെ മറുഭാഗത്തുണ്ടാക്കിയ ഈ ആംഗിളും എത്ര തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കിയാലോ? ചിത്രത്തിലെ തുല്യമായ കോണുകൾ തരംതിരിച്ച് എഴുതുക. സോർട്ട് ഔട്ട് ദ ഈക്വൽ ആംഗിൾസ് ഇൻ ദ പിക്ചർ. അപ്പോൾ പിക്ചറിലെ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. ലിസൺ, ഇതൊരു കോഡാണ് അല്ലേ, AB എന്ന് പറയുന്ന കോഡ്. അത് ടാൻജൻറ്റുമായിട്ട് രണ്ട് സൈഡിലുണ്ടാക്കിയ ആംഗിളാണ്. ഒരു ആംഗിൾ ഇതും, അടുത്ത ആംഗിൾ ഇതും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവൻ സർക്കിളിൻ്റെ അതർ സൈഡിലാണ് ഉണ്ടാക്കിയ ആംഗിളാണ് EC. ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എഴുതി വെച്ചേക്കാം. ഓക്കെ, നമുക്ക് എഴുതി വെക്കാം ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ്. ഇവൻ്റെ പേരെന്താണ്? BAQ ഇല്ലെങ്കിൽ QAB. ഓക്കെ, QAB, ആംഗിൾ QAB ഈസ് ഈക്വൽ ടു, ഇവൻ്റെ പേരെന്താ? ABS. ആംഗിൾ ABS ഈക്വൽ ടു, ഇവൻ്റെ പേരെന്താ? ACB. BCA എന്നൊക്കെ എഴുതാട്ടോ, കുഴപ്പമൊന്നുമില്ല. ആംഗിൾ ACB. അപ്പോൾ 3 എണ്ണം. ഇനി അടുത്തവനെ എടുക്കാം. നമുക്ക് അടുത്ത ഒരു കളറിൽ നോക്കാം. അടുത്ത കോഡാണ് BC. AB എടുത്തു കഴിഞ്ഞാൽ അടുത്തത് BC ആയിക്കോട്ടെ. BC അങ്ങനെയെങ്കിൽ ടാൻജൻറ്റുമായിട്ടുണ്ടാക്കിയ ആംഗിളാണ് ഇതാ, ഈ ആംഗിളും ഈ ആംഗിളും കോഡുമായിട്ട്. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവൻ വൃത്തത്തിൻ്റെ മറുഭാഗത്തുണ്ടാക്കിയ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ ആ ആംഗിൾസ് നമുക്കൊന്ന് എടുത്തെഴുതാം. ഇവന്മാരുടെ പേരെന്തായിരുന്നു? RBC. ആംഗിൾ RBC ഈക്വൽ ടു RBC. ഇവൻ്റെ പേരെന്താ? BCU. ആംഗിൾ BCU. UCB എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. ഈക്വൽ ടു അടുത്ത ആംഗിൾ ഏതാണ്? ആംഗിൾ BAC. ആംഗിൾ BAC. CAB എന്നും വേണമെങ്കിൽ എഴുതാം. ദെൻ ഇനി അടുത്തവരിലേക്ക് പോകണം. നമുക്ക് AC എന്ന് പറയുന്ന കോഡ് നോക്കാം. നമുക്ക് ഏത് കോഡ് നോക്കാം? AC എന്ന് പറയുന്ന കോഡ് നോക്കാം. AC എന്ന് പറയുന്ന കോഡ് ഇവൻ ടാൻജൻറ്റുമായിട്ടുണ്ടാക്കിയ ആംഗിളാണ് ഇത്. അതായത് തൊടുവരയുമായിട്ട് ഈ രണ്ട് വസ്തു ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. വൃത്തത്തിൻ്റെ മറുഭാഗത്ത് ഇതാ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ഇത് പേരെടുത്ത് എഴുതിയാൽ മതി. ഇവൻ്റെ പേരെന്താ? CAP ഇല്ലെങ്കിൽ PAC. ആംഗിൾ PAC ഈക്വൽ ടു, ദെൻ ഇവിടെ ഉണ്ടാക്കിയ ആംഗിൾ എന്താണ്? ACT ഇല്ലെങ്കിൽ TCA. ആംഗിൾ ACT ഇസ് ഈക്വൽ ടു, ദെൻ അതർ സൈഡിലുണ്ടാക്കിയ ആംഗിൾ ABC. ആംഗിൾ ABC. ഇതൊക്കെയാണ് എന്താണ്? ഈക്വൽ ആംഗിൾസുകൾ. സിമ്പിൾ അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന സാധനമല്ലേ ഉള്ളൂ. ഓക്കെ, ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു കോൺസെപ്റ്റുമായിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ടേക്ക് കെയർ. ബൈ.